നമസ്കാരം. ന്യൂസ് ഗ്ലോബ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നവകേരള സദസ് ഒരു സ്ഥലത്ത് അരങ്ങ് തകർക്കുമ്പോൾ അങ്ങ് തിരുവനന്തപുരത്ത് IFFKയും അരങ്ങ് തകർക്കുന്നു എന്നാണ് വെയ്പ്പ്. പക്ഷെ ഒരു തകർക്കലുമില്ല. ഇതിനകത്ത് ഒരുപാട് പരാതികളും പരിഭവങ്ങളും മുഖ്യനെ താങ്ങലും ഒക്കെ ആയിട്ട് ദിവസങ്ങൾ കടന്നു പോകുന്നു. ഈ പറഞ്ഞ IFFKയിൽ ഈ വർഷം മുഖ്യാതിഥിയായി വന്നത് ആരാണ്? നാനാ പടേക്കർ. നാനാ പടേക്കർ നല്ലൊരു നടനാണ്, നല്ലൊരു കലാകാരനാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ ഈ നാനാ പടേക്കർ BJPയുടെയും RSSൻ്റെയും ഒരു വക്താവായിട്ട് കുറേ കാലങ്ങളായി വർക്ക് ചെയ്യുന്ന ഒരാളാണെന്ന് എത്ര പേർക്കറിയാം? നാനാ പടേക്കറിൻ്റെ ഓരോ പ്രസ്താവനകളും, നാനാ പടേക്കറിൻ്റെ പ്രവൃത്തികളും, അദ്ദേഹം ഇടപെട്ടിട്ടുള്ള കാര്യങ്ങളുമൊക്കെ ഒന്നെടുത്തു നോക്കിയാൽ അതിനകത്ത് തീർച്ചയായും മനസ്സിലാവും നാനാ പടേക്കർ RSSനോടും BJPയോടും എത്രമാത്രം അടുത്ത് നിൽക്കുന്നു എന്നുള്ളത്. അതൊക്കെ അവരവരിഷ്ടം. RSSനോടോ BJPയോടോ മുസ്ലിം ലീഗിനോടോ എവിടെയും നിന്നോട്ടെ. പക്ഷേ ഇടതുപക്ഷ ഗവൺമെൻറ്, ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഭരിക്കുന്ന ഈ കേരളത്തിൽ അവരുടെ തന്നെ ഏറാൻ മൂളികളായ ചില ചെയർമാന്മാരും ചില ആളുകളുമൊക്കെ വന്നിരുന്ന് വീമ്പിളക്കുന്ന കാണുമ്പോൾ സത്യത്തിൽ ചിരി വരും. മറ്റാരുമല്ല, രഞ്ജിത്ത് എന്ന സംവിധായകനാണ്. രഞ്ജിത്ത് തിരക്കില്ലാത്തൊരു സംവിധായകനാണ്. പക്ഷേ ഡോക്ടർ PK ബിജുവിനെ കളിയാക്കാനും PK ബിജുവിനെ തിരുത്താനുമൊന്നും രഞ്ജിത്ത് വളർന്നിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. രഞ്ജിത്തിൻ്റെ ചെയ്തികളൊക്കെ മുഴുവനും പറഞ്ഞു കേട്ടാൽ മിക്കവാറും നമുക്ക് ഓരോരുത്തർക്കും രഞ്ജിത്തിനെ കുറിച്ചുള്ള ആ ക്ലിയർ ഇമേജ് പുറത്തു വരും. അതുകൊണ്ട് അതൊന്നും പറയാൻ നിൽക്കുന്നില്ല. എന്താണെങ്കിലും ഈ നാനാ പടേക്കറിനെ കൊണ്ടുവന്നതിൻ്റെ ഉത്തരവാദിത്വം രഞ്ജിത്തിൻ്റെ തലയിൽ തന്നെയാണ്. രഞ്ജിത്താണ് അതിന് മറുപടി പറയേണ്ടത്. രഞ്ജിത്ത് ഈ അടുത്ത ദിവസം നമ്മുടെ മുഖ്യനെ ഒന്ന് സുഖിപ്പിക്കാൻ, മുഖ്യനെ സൂചിപ്പിക്കണമല്ലോ, കാരണം LDF ഗവൺമെൻറ് അല്ലേ, അവരുടെ പുറകിൽ ഏറാൻ മോളിൽ നിന്നതിൻ്റെ ഫലമാണല്ലോ ഈ അക്കാദമി ചെയർമാൻ സ്ഥാനം. ഈ അക്കാദമി ചെയർമാൻ സ്ഥാനത്തിരുന്നു കൊണ്ട് രഞ്ജിത്ത് പറയുന്ന പല കാര്യങ്ങളും, നടി ആക്രമിക്കപ്പെട്ട കേസിൽ കഴിഞ്ഞ പ്രാവശ്യം ആ അതിജീവിതയെ കൊണ്ടുവന്നതും സ്റ്റേജിൽ കയറ്റി സംസാരിപ്പിച്ചതും അതിൻ്റെ പിന്നിൽ നടന്ന നാടകങ്ങളും ഒക്കെ ലോകം മുഴുവൻ അറിഞ്ഞതാണ്. അതിനുശേഷം രഞ്ജിത്ത് മദ്യം കഴിക്കത്തേയില്ല എന്ന് പറയുന്ന രഞ്ജിത്ത് ആടി സ്റ്റേജിൽ കയറിപ്പോയി സംസാരിച്ചതുമൊക്കെ ലോകം മുഴുവനും കണ്ടതാണ്. ഇപ്പോഴാണ് നാനാ പടേക്കറിൻ്റെ കാര്യം. അത് കഴിഞ്ഞപ്പോൾ വളരെ ഒരു വലിയ കാര്യം രഞ്ജിത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. മറ്റൊന്നുമല്ല, ഭീമൻ രഘുവിനെ കുറിച്ചാണ്. ഭീമൻ രഘു നേരത്തെ പോലീസിലായിരുന്നു. അറ്റൻഷനായിട്ട് നിൽക്കാനറിയാം, സല്യൂട്ട് ചെയ്യാനറിയാം. അങ്ങനെ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പ്രസംഗിച്ചപ്പോൾ അതിൻ്റെ ആ സ്റ്റേജിൻ്റെ മുമ്പിൽ, ജനങ്ങളുടെയൊക്കെ മുമ്പിൽ വടി പോലെ ഒരൊറ്റ നിപ്പ. ഏതാണ്ട് 10-20 മിനിറ്റ് അനങ്ങാതെ ശ്വാസം പിടിച്ച് ഇങ്ങനെ നിന്നു ഭീമൻ രഘു. അയാളൊരു മണ്ടനല്ല എന്നാണ് രഞ്ജിത്ത് പറയുന്നത്. പക്ഷേ ഹരീഷ് പേരടി പറയുന്നു ഇവർ രണ്ടുപേരും മണ്ടന്മാരാണെന്നാണ് പറയുന്നത്. ഒന്നുകിൽ രണ്ടുപേരും മണ്ടന്മാർ, അല്ലെങ്കിൽ രണ്ടുപേരും മണ്ടത്തരം കളിക്കുന്നു എന്നാണ് പറയുന്നത്. എന്താണെങ്കിലും ഭീമൻ രഘുവിനെ ഒന്ന് ന്യായീകരിക്കുകയും മുഖ്യനെ ഒന്ന് താങ്ങുകയും ചെയ്തു രഞ്ജിത്ത്. രഞ്ജിത്ത് പറഞ്ഞത്, ഈ ഭീമൻ രഘു ഇങ്ങനെ വടി പോലെ എഴുന്നേറ്റ് നിന്നപ്പോൾ അയാളെക്കുറിച്ച് ഒരക്ഷരം പോലും മുഖ്യമന്ത്രി മിണ്ടിയില്ല. മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ സ്റ്റേജിൽ നിന്ന് പറയാമായിരുന്നു, രഘു അവിടെ ഇരിക്കൂ എന്ന് പറയാമായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി അത് പറഞ്ഞില്ല. അതിന് കാരണം എന്താ? അങ്ങനെ പേരെടുത്ത് പറഞ്ഞാൽ ഇയാൾ വലിയ ആളായി പോയാലോ? സാധാരണ മുഖ്യമന്ത്രി അങ്ങനെ ആരെയും വലിയ ആളാക്കുന്ന ആളല്ല എന്നെല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണല്ലോ കേരളത്തിലെ 20 മന്ത്രിമാരുടെയും പേരുകൾ പോലും ഇപ്പോഴത്തെ കുട്ടികൾക്ക് പോലും അറിയാതെ പോകുന്നത്. ആരെയും ആളാക്കില്ല, ഞാൻ മാത്രം മതി എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ചിന്ത. പത്രവാർത്തകളായാലും അങ്ങനെ തന്നെ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളായാലും അങ്ങനെയൊക്കെ തന്നെ. കൂടുതലുള്ളവരെയൊന്നും ആരും അറിയണ്ട, അതൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം, എനിക്കറിയാം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ രഞ്ജിത്തിന് ഇങ്ങനെ ന്യായീകരിക്കുമ്പോൾ ഭീമൻ രഘു പറയുന്നത് മറ്റൊരു വേർഷനാണ്. ഭീമൻ രഘു പറയുന്നത് ഞാൻ ഇനിയും മുഖ്യമന്ത്രി പ്രസംഗിച്ചാൽ എഴുന്നേറ്റ് നിൽക്കും എന്നുള്ളതാണ്. പക്ഷേ ഇതുവരെയും അടുത്ത മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് മുമ്പിലൊന്നും ഭീമൻ രഘുവിനെ കണ്ടില്ല. ഇനി CPM-കാരെല്ലാം അവിടെ പിടിച്ച് അടച്ചിട്ടതാണോ എന്നും അറിയാൻ പാടില്ല. കാരണം CPM-ന് നല്ല പേരാണല്ലോ ഭീമൻ രഘു ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതേപോലെ ആയിരക്കണക്കിന് ഭീമൻ രഘുമാരുള്ള ഒരു പാർട്ടിയാണ് ഈ CPM. അതിനകത്ത് നല്ലവരില്ല എന്നല്ല, നല്ലവർ ഒരുപാട് പേരെ ആൾക്കാർ, അതിനകത്ത് കുഴപ്പക്കാരൊന്നും അല്ലെങ്കിൽ ഇതേപോലെ ആജ്ഞാനുവർത്തികളൊന്നും ഇല്ലാത്ത ആളുകൾ ഇല്ല എന്നൊന്നുമല്ല. ഒരുപാട് ചിന്തിക്കുന്ന ആളുകൾ CPM-ലുണ്ട്, ഒരുപാട് ചെറുപ്പക്കാരുണ്ട്, ഒരുപാട് മനുഷ്യർ CPM-നെ വിശ്വസിച്ച് മുമ്പോട്ട് പോകുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ അതിനിടയ്ക്ക് ഭീമൻ രഘുവിനെയും രഞ്ജിത്തിനെയും പോലെയൊക്കെയുള്ള ചില ആളുകൾ വരുമ്പോൾ അതിൻ്റെ
ആ ഒരു മാഹാത്മ്യം പാർട്ടിക്ക് വളരെ വലുതാണ്. രഞ്ജിത്തും ഭീമൻ രഘുവും മാത്രമൊന്നുമല്ല, നേതൃനിരയിൽ ഒരുപാടുണ്ട്. പൊട്ടത്തരങ്ങൾ ദിവസേന വിളിച്ചു പറയുന്ന EP ജയരാജനും CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷും അതേപോലെ AK ബാലനും എന്ത് വേണ്ട ആരൊക്കെ, ശിവൻകുട്ടി അത് മറന്നുപോയി പറയാൻ, അല്ലെ സ്കൂള് 5 സ്റ്റാർ ഹോട്ടലാക്കിയ പാർട്ടി, അങ്ങനെ ഇവരൊക്കെ ചേർന്ന് ഈ പാർട്ടി എന്താണെങ്കിലും ഒരു സംസ്കാര സമ്പുഷ്ടമായ ഒരു പാർട്ടിയാക്കി മാറ്റാനുള്ള തീരുമാനത്തിലാണ്. എന്താണെങ്കിലും രഞ്ജിത്തിനും ഭീമൻ രഘുവിനും ഇനി വരാനിരിക്കുന്ന ഇനി ഈ പാർട്ടിയിലേക്ക് ഇതേപോലെ വന്ന് അറ്റൻഷനായി നിൽക്കാൻ തയ്യാറുള്ള രഘുമാർക്കുമൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ അവരെ എന്തോരം സപ്പോർട്ട് ചെയ്യണമെങ്കിലും സപ്പോർട്ട് ചെയ്യാം. രഘുമാർ ഒരുപാട് വരട്ടെ, രഞ്ജിത്തുമാർ ഒരുപാട് വരട്ടെ, അങ്ങനെയെങ്കിലും ഈ പാർട്ടിക്ക് നാശമുണ്ടാകട്ടെ എന്നാണ് എതിർചേരിയിലുള്ള ആളുകളൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത് കേട്ടോ. എന്താണെങ്കിലും രഘുവണ്ണ ഒരു കാരണവശാലും ഇനി എഴുന്നേറ്റ് നിൽക്കാതിരിക്കരുത്. നിങ്ങൾ നിൽക്കണം. ആര് വേണമെങ്കിലും പുച്ഛിച്ചോട്ടെ രഘുവണ്ണ, നിങ്ങൾ അതിലൊന്നും ചെവി കൊടുക്കരുത്. അറ്റൻഷനായിട്ട് തന്നെ നിൽക്കണം. പറ്റുമെങ്കിൽ ഒരു സല്യൂട്ട് കൂടി കൊടുക്കണം. അതുപോലെ രഞ്ജിത്തെ എത്ര വേണമെങ്കിലും മുഖ്യമന്ത്രിയെ താങ്ങി പറയണം. കാരണം ഇപ്രാവശ്യം ചെയർമാൻ സ്ഥാനം തീരും, കുറച്ച് നാളുടെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ഒരു സീറ്റ് ഒപ്പിച്ചെടുക്കണ്ടേ കോഴിക്കോട്. അതുകൊണ്ട് രഞ്ജിത്തും ഘോരം മുഖ്യമന്ത്രിയെ ഇങ്ങനെ താങ്ങിക്കൊണ്ടേയിരിക്കണം. എത്രത്തോളം താങ്ങാമോ അത്രത്തോളം താങ്ങണം. താങ്ങിയിട്ട് താങ്കളും താങ്കളുടെ സിനിമാ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിയെ താങ്ങിയ ഒരു സംവിധായകൻ എന്നുള്ള പേരും പുറത്തു വരട്ടെ എന്ന് ആശംസിക്കുന്നു രഞ്ജിത്ത്.